നമസ്കാരം. ജൂൺ 4-ന് പുറത്തു വരാൻ പോകുന്ന ലോക്സഭാ റിസൾട്ടിനെ കുറിച്ച് പല പ്രവചനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല നേതാക്കളും എത്ര സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, എത്ര സീറ്റുകൾ പോകാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറും ഒരു പ്രവചനം നടത്തിയിരുന്നു. പി.വി. അൻവറിന്റെ പ്രവചനത്തിൽ എൽ.ഡി.എഫിന് എത്ര, യു.ഡി.എഫിന് എത്ര എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഒപ്പം രാഹുൽ ഗാന്ധിയൊക്കെ വയനാടിൽ എത്ര ഭൂരിപക്ഷം പിടിക്കും എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കണക്കുകൾ നിരത്തി പറയുന്നുണ്ട്. അൻവർ പറയുന്നു, കോഴിക്കോട് ഇക്കുറി എൽ.ഡി.എഫിന് സാധ്യത, വടകരയിൽ ഏകദേശം 25,000-നും 50,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ കെ ശൈലജ ടീച്ചർ ജയിക്കും എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, വർഗീയ കാർഡിറക്കിയാണ് യു.ഡി.എഫ് അവിടെ ജനങ്ങളെ സ്വാധീനിക്കാനും വോട്ട് പിടിക്കാനും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെ കളിച്ചത്. പക്ഷേ അതിനൊക്കെ കനത്ത തിരിച്ചടി കിട്ടും. ഇക്കുറി ശൈലജ ടീച്ചറിനെ ജയിപ്പിച്ചു വിട്ടുകൊണ്ടാകും എന്തായാലും വടകരക്കാര് ഷാഫിക്ക് മറുപടി കൊടുക്കുക. ഷാഫിയെ അടക്കമുള്ളവർ ഒരുപാട് വർഗീയവാദം ഇറക്കി വോട്ട് പിടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പി.വി. അൻവർ പറയുന്നു. ഒപ്പം തൃശ്ശൂരിൽ ബി.ജെ.പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണല്ലോ തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ ഈ വി.എസ്. സുനിൽകുമാർ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് അദ്ദേഹം പറയുന്നു. വി.എസ്. സുനിൽകുമാറിന് നല്ല സാധ്യത അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ വന്നാലും അവിടെ കെ മുരളീധരനും ഒപ്പം സുരേഷ് ഗോപിയും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് നമുക്കറിയാം, പന്നിയൻ രവീന്ദ്രനും ഒപ്പം രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം ശശി തരൂർ, ഇവരെ 3 പേരുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അവിടെ പന്നിയൻ രവീന്ദ്രൻ ശശി തരൂരിനെ മലർത്തിയടിച്ചുകൊണ്ട് ജയിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ 16 ഇടങ്ങളിൽ ഇക്കുറി എൽ.ഡി.എഫിന് സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യു.ഡി.എഫിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യു.ഡി.എഫിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ വയനാട് രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വയനാട് എങ്ങനെ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വയനാട് വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകില്ല. കഴിഞ്ഞ തവണത്തെ പോലെ 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകില്ല. 2 ലക്ഷത്തിന് താഴെ ഭൂരിപക്ഷമേ ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എറണാകുളത്ത് ഹൈബീഡൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പൊന്നാനിയിലും മലപ്പുറത്തും യു.ഡി.എഫ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 4 ഇടങ്ങളിലാണ് ഇക്കുറി യു.ഡി.എഫ് പിടിക്കാനുള്ള സാധ്യത. ഒപ്പം അദ്ദേഹം പറയുന്നു, ആലപ്പുഴയിൽ എ.എം. ആരിഫ് തന്നെ ജയിക്കും. അവിടെ കെ.സി. വേണുഗോപാൽ തോക്കും. ദേശീയ നേതാവാണ് അദ്ദേഹം, തോക്കും എന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ പി.വി. അൻവറിന്റെ പ്രവചനത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ട്രെൻഡ് അത് എൽ.ഡി.എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് തന്നെയാകും. യു.ഡി.എഫ് പിടിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം ഒന്നും അവർക്ക് ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അൻവറിന്റെ ഈ ഒരു പ്രതികരണം വളരെ നമുക്ക് വ്യക്തമായി പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഇതൊക്കെ തന്നെയാകാം നടക്കാൻ പോകുന്നതെന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ബൂത്ത് തല കണക്കുകൾ, അതുപോലെ തന്നെ നമ്മൾ പുറത്തുപോയി എടുത്തിരിക്കുന്ന പല എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതും ഏകദേശം ഇത്തരം ഒരു കണക്ക് തന്നെയാണ്. പിന്നെ വയനാട് നമുക്കറിയാം, റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഒരു ബൈ ഇലക്ഷൻ വീണ്ടും നമ്മുടെ വയനാട് ഉണ്ടാകും. അങ്ങനെ വയനാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ആനി രാജ തന്നെ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാലും വയനാട്ടിലെ ജനങ്ങളുടെ ഒരു ദുരവസ്ഥ പറയാതെ വയ്യ. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പോലുമില്ല. രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടാതെ ഒരു പൂച്ചയെ പോലെ സത്യത്തിൽ വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇന്ത്യ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ കക്ഷിയായിട്ടുള്ള എൽ.ഡി.എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണിയിലെ തന്നെ കോൺഗ്രസ് നമ്മുടെ കേരളത്തിൽ വന്ന് മത്സരിച്ചതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ബി.ജെ.പിക്ക് വെറും 9% മാത്രം വോട്ടുള്ള വയനാട് വന്ന് രാഹുൽ ഗാന്ധി നേരിട്ടത് എൽ.ഡി.എഫിനെയാണ്. എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതായത് ചിലപ്പോൾ അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന പേടിയിൽ പോയി റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കാൻ വെല്ലുവിളിച്ചിട്ട് പോലും അത് ഏറ്റെടുക്കാതെ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു സേഫ് മണ്ഡലമായ റായ്ബറേലിയിൽ പോയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. രാഹുൽ ഗാന്ധി എന്തായാലും റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ച് തോക്കാനുള്ള സാധ്യതയൊന്നുമില്ല, അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ 2 ഇടങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് 2 ഇടങ്ങളിലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം വയനാട് എന്തായാലും ഒഴിഞ്ഞു കൊടുക്കും. വയനാട് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ ബൈ ഇലക്ഷൻ വരും. ബൈ ഇലക്ഷൻ വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം ആനി രാജ പറഞ്ഞത് തന്നെയാണ്. നിങ്ങളെ രാഹുൽ ഗാന്ധി ഇനിയും പറ്റിക്കും എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ തെളിവ് സഹിതം പുറത്തു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആനി രാജ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാഹുൽ ഗാന്ധി ഇവിടെ ഒഴിയുന്നതോടുകൂടി തന്നെ ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബി.ജെ.പി വളരെ ശക്തമായ മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുന്നില്ല എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവേ ഉള്ളൂ. രാഹുൽ ഗാന്ധി തന്നെ ഒരു ഉറപ്പില്ല അവിടേക്ക് പോയി നിന്ന് മത്സരിച്ചാൽ ജയിക്കുമോ ഇല്ലയോ എന്ന്. അദ്ദേഹം സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോയി
നിന്ന് മത്സരിക്കുകയാണ്. കാരണം പേടിയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പേടി വരുമ്പോഴാണ് പലപ്പോഴും രണ്ടിടങ്ങളിലൊക്കെ പോയി മത്സരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും വയനാട് ഈ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാലും, ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാലും, പിന്നീട് ആ മണ്ഡലം LDF തിരിച്ചുപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും LDFനെ സംബന്ധിച്ച് നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ പല വാർത്താ സമ്മേളനങ്ങളിലൊക്കെ MP ഗോവിന്ദൻ മാഷ് അടക്കം പറഞ്ഞത് ഇവിടെ LDF ജയിക്കാനുള്ള സാധ്യതയുണ്ട്, ഇക്കുറി LDFന്റെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാവുക എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ 20 സീറ്റ് എന്ന അവകാശവാദവുമായി രംഗത്തേക്ക് വന്ന ഒരേ ഒരു ടീം അത് സതീശൻ മാത്രമാണ്, സതീശന്റെ പാർട്ടി മാത്രമാണ്. സതീശന്റെ പാർട്ടി പലവട്ടം മാധ്യമപ്രവർത്തകരോട് ആവർത്തിച്ചു പറഞ്ഞത് 20 സീറ്റുകളും ഞങ്ങൾ തൂത്തുവാരും എന്ന് തന്നെയാണ്. 20 സീറ്റുകൾ തൂത്തുവാരിയാൽ മാത്രമേ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകൂ എന്ന് പറയാൻ കഴിയൂ. മാത്രമല്ല, ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ആഞ്ഞടിച്ചു എന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ PV അൻവർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടില്ല കേരളത്തിലെന്ന് അദ്ദേഹത്തിന്റെ പ്രവചനത്തിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സതീശനെ സംബന്ധിച്ചും സുധാകരനെ സംബന്ധിച്ചും ഒക്കെ ഏറെ പ്രതിസന്ധിയെ നിറഞ്ഞ കുറച്ച് മണിക്കൂറുകളാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ രണ്ട് വ്യക്തികൾ, ഒന്ന് സതീശനും സുധാകരനുമാണ്. സതീശൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ UDF സ്ഥാനാർത്ഥികൾക്കുണ്ടാക്കിയ കോട്ടം വളരെ വലുതാണ്. ഒരു നേട്ടവും അവർക്കുണ്ടായില്ല. പൗരത്വ ഭേദഗതി നിയമത്തിലൊക്കെ സ്വാഭാവികമായും ആ വിഷയത്തിൽ നിലപാടുള്ള ഒരേ ഒരു പാർട്ടി LDF ആണ്. എന്നിരിക്കെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. 8-ാം പേജിൽ അനുച്ഛേദം 14 പറഞ്ഞിട്ടുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞത്. എന്നിട്ട് എന്തു സംഭവിച്ചു? എല്ലാ ഈ പേജുകളും അരിച്ചു പറക്കി നോക്കിയിട്ടും 8-ാം പേജ് മാത്രമല്ല, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മുഴുവൻ അടിച്ചു പറക്കിയിട്ടും ഒരിടത്ത് പോലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന വസ്തുത പുറത്തു വന്നു. ഓരോ ഇടങ്ങളിലും പോയി ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിലപാടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന സമയത്താണ് സതീശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വലിയ ഒരു പണി മേടിച്ച് UDFന്റെ നേതാക്കൾക്ക് കൊടുത്തത്. പിന്നീട് ഞങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിലപാടുണ്ട് എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥികൾ പോയി പെടുന്ന സാഹചര്യമുണ്ടായി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ SBI പുറത്തുവിട്ട കണക്കുകളിൽ സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് CPM പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സതീശൻ ഒരു കള്ളം പറയുന്നു. പിന്നീട് പട്ടിക മുഴുവൻ പരിശോധിച്ച് നോക്കുമ്പോൾ 5 പൈസ പോലും മേടിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് CPM ആണ്, സീതാറാം യെച്ചൂരിയാണ് എന്ന സത്യം കൂടി പുറത്തു വരുന്നു. പിന്നീട് മണിപ്പൂർ കലാപത്തിന് ആരാണ് കാരണം, ആ വംശീയ ഹത്യയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ആ സർക്കാരിനെ ആര് അധികാരത്തിൽ കൊണ്ടുവന്നു എന്ന് നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, അങ്ങനെ തുടങ്ങി അസം, അങ്ങനെ തുടങ്ങി മിക്ക സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെ അവർ അധികാരത്തിലെത്തി എന്ന് നോക്കിയാൽ കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ BJPയിലേക്ക് എടുക്കുന്ന സാഹചര്യം, മുൻ മുഖ്യമന്ത്രിമാരടക്കം പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ നമ്പിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, കൈക്ക് കുത്തിയാൽ താമരയാണ് വിരിയുകയുള്ളൂ എന്ന് ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ പോലും നമ്മൾ കണ്ടല്ലോ, അതായത് പത്മജ വേണുഗോപാൽ പോകുന്നു. NDAയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാരാണ്? അനിൽ K. ആന്റണിയാണ്. അങ്ങനെ കോൺഗ്രസിനെ ഒരു വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയായി തന്നെ ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. C. രഘുനാഥ് നമുക്കറിയാം, കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ NDAയുടെ നിരവധി സ്ഥാനാർത്ഥികൾ UDFിൽ നേരത്തെയൊക്കെ മത്സരിച്ചിട്ടുള്ള UDFകാരായിട്ടുള്ള നേതാക്കളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ ശരിക്ക് വേണ്ടി ഒരു വോട്ട് എന്നൊരു നിലപാട് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കണക്കുകൾ, അതായത് PV അൻവർ പറയുന്നത് പോലെ 16 ഇടങ്ങളിൽ എന്തായാലും LDF ജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് പുറത്തു വരാൻ. ആരൊക്കെ ജയിച്ചാലും ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിക്കാണ് കേരളത്തിൽ നിന്ന് സീറ്റുകൾ. ഒരു സീറ്റ് പോലും BJP പിടിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി അവിടെ നിന്ന് 4 ലക്ഷത്തിന് മുകളിൽ വോട്ട് ഭൂരിപക്ഷം നേടി ജയിച്ചു പോകുമെന്നാണല്ലോ പ്രകാശ് ജാവ്ദേക്കർ ഒക്കെ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ 3.5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടും, അങ്ങനെയാകും അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു പോവുക എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരുന്നത്. 5 സീറ്റ് ഇക്കുറി കേരളത്തിൽ നിന്ന് കിട്ടും എന്നാണ് BJP അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷെ ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരിന് ഒരു സീറ്റ് പോലും ഇല്ല, കിട്ടില്ല. 8 നിലയെ പൊട്ടുമെന്നത് മാത്രമല്ല, 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകും എന്ന് വരെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഇവിടെ നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് പ്രാബല്യത്തിൽ വരുന്നത്. പ്രാബല്യത്തിൽ വന്നപ്പോൾ പോലും അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രകോപിപ്പിച്ച ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്.
അതായത് നമുക്ക് അറിയാമല്ലോ, സ്വാഭാവികമായും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പുകിലുകളൊക്കെ അറിയാം. ആ ഒരു ഭരണഘടനാ വിരുദ്ധമായ ആ വിഷയം അത് നടപ്പിലാക്കും എന്ന് BJP ഇങ്ങനെ പറയുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുക എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയമാണ്, നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. അതെന്തായാലും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിക്കുന്ന സംഘപരിവാരങ്ങളുടെ കിരാത നടപടികൾക്ക് കൂടി കൊടുക്കുന്ന അടികൂടിയാകും. അവരുടെ വർഗീയ വിഷത്തിനും ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും ഏകാധിപത്യത്തിനെതിരെയും ജനങ്ങൾ കൊടുക്കുന്ന അടിയാകും കേരളത്തിൽ നിന്ന് BJP നേരിടാൻ പോവുക എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇക്കുറിയും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നത് മാത്രമല്ല, ഇവിടെ UDFും അമ്പയെ പരാജയമായി തോറ്റു തുന്നം പാടുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. കാരണം ഇന്ത്യ മുന്നണി ഇക്കുറി ഇന്ത്യ വിരുദ്ധ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടി, BJPയെ തകർക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ദേശീയ നേതാക്കൾ പോലും LDFിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നിങ്ങൾ ഉറപ്പിച്ചപ്പോൾ തന്നെ, നിങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ തന്നെ ഇവിടെ ഇന്ത്യ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അവർ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യ ഉണ്ടെങ്കിലേ ഈ പറയുന്നത് പോലെ ഇതൊക്കെ നടക്കൂ, LDF ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇക്കുറി LDF തരംഗമാകും സംഭവിക്കാൻ പോവുക. ജൂൺ 4-ന് റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇത് ചെങ്കടലായി കേരളം മാറി ചെങ്കൊടികൾ പാറിപ്പറക്കുമെന്ന് കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഉയരാൻ പോകുന്ന മുഷ്ടികൾക്ക് ഒരു ചെങ്കടലിന്റെ കളറായിരിക്കുമെന്നും കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.